വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേറ്റ് നാസമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നോ പെൻ ഡ്രൈവിൽ നിന്നോ അല്ലെങ്കിൽ USB-യിൽ നിന്നോ നമ്മുടെ അത്യാവശ്യപ്പെട്ട ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വണ്ടർഷെയർ എന്ന് പറയുന്ന കമ്പനിയുടെ റിക്കവറിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നത്, ഡിലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്ന് നമുക്ക് ലൈവ് ആയിട്ട് കാണാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണിത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അവരെന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അവർ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഫയൽ റിക്കവറി, SD കാർഡ് റിക്കവറി, പാർട്ടീഷൻ റിക്കവറി, നമ്മുടെ ഹാർഡ് ഡ്രൈവിലെ റിക്കവറി, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഏതൊക്കെ തരത്തിലുള്ള റിക്കവറി ഇവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവറിറ്റിൻ്റെ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും. അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് ഇൻസ്റ്റാൾ ആയി വരാൻ. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ട് വണ്ടർഷെയർ റിക്കവറിറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ എല്ലാ ഹാർഡ് ഡ്രൈവുകളും നമുക്കിതിൽ കാണിക്കും. ഈവൻ ഞാൻ പെൻ ഡ്രൈവ് കുത്തി വെച്ചിട്ടുണ്ട്, ആ പെൻ ഡ്രൈവും കാണിക്കുന്നുണ്ട്. ഞാൻ എന്താ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു, എൻ്റെ പെൻ ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്യുകയാണ്. ദെൻ ബാക്ക് വന്നിട്ട് ഈ ഒരു പെൻ ഡ്രൈവ് ഞാൻ ഫോർമാറ്റ് കൂടി ചെയ്യുകയാണ്. ഡിലീറ്റ് മാത്രമല്ല ഫോർമാറ്റ് കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡേറ്റയും അതിൽ നിന്നും കട്ടായി പോകുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പെൻ ഡ്രൈവ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ വണ്ടർഷെയറിൻ്റെ റിക്കവറിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ സ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസ് സ്കാൻ ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഫയൽ ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കവിടെ JPG, അതേപോലെ തന്നെ ഫോട്ടോസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്, അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഫയൽ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ വേണ്ടത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് നമ്മുടെ JPG ഫയൽസാണ്. അപ്പോൾ ആ JPG സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോസ് അവിടെ റിക്കവർ ആയിരിക്കുന്നത്. ഓൾറെഡി 50% ആയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് റിക്കവർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന സെയിം ക്വാളിറ്റി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് റിക്കവർ ആക്കാൻ വേണ്ടി ജസ്റ്റ് ബാക്ക് വന്നതിന് ശേഷം JPG സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫയൽസ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. എത്ര ഫയൽസാണോ വേണ്ടത് അത്രയും ഫയൽ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 3 ഓപ്ഷൻ അവർ ചോദിക്കും. ബൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അഡ്വാൻസ്, എസെൻഷ്യൽ ഇതേവരെ ചോദിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 100 MB വരെയുള്ള ഫയൽസാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹാർഡ് ഡ്രൈവുകൾ ചോദിക്കും. ഞാനിവിടെ എൻ്റെ പെൻ ഡ്രൈവ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം ഞാനിവിടെ തൊട്ട് താഴെ കാണുന്ന റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം സേവ് കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽസ് റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് പെൻ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ റിക്കവർ എന്ന് പറയുന്നൊരു ഫോൾഡർ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും സെയിം ക്വാളിറ്റിയിൽ. ചില കമ്പനികളൊക്കെ നമുക്ക് ക്വാളിറ്റി കുറവാണ്, പക്ഷേ സെയിം ക്വാളിറ്റിയിൽ കിട്ടും. ബാക്ക് വന്ന് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള എല്ലാ ഓഡിയോസും നമുക്കിവിടെ കാണും. അതുപോലെ എല്ലാ തരത്തിലുള്ള ഫയൽസ് നമുക്ക് ഇവിടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്ക് ഇന്നത്തെ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.